വി.ഡി. സതീശന് മനോരമ ന്യൂസ് മേക്കർ അവാർഡ് കിട്ടലും ഈ ഫോൺ പൊട്ടലും ഒരുമിച്ചായിരുന്നു. ഇപ്രാവശ്യത്തെ ന്യൂസ് മേക്കർ അവാർഡ് ആർക്കാണ് അതിന്റെ റിസൾട്ട് പ്രഖ്യാപിച്ച വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഫോണ് പുള്ളിക്കാരന്റെ കയ്യിൽ നിന്ന്, അതായത് ഈ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് താഴെ വീണ് പൊട്ടിയത്. ഇത് സാംസങ് A32 4G എന്ന മോഡലാണ്. ഒരുപാട് വർഷം ആയി അദ്ദേഹം ഈ ഫോൺ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം UDF ഇലക്ഷനിൽ പരാജയപ്പെട്ട സമയത്തും LDF സർക്കാർ രണ്ടാമതായി അധികാരം വീണ്ടും നേടിയ സമയത്തുമൊക്കെ അദ്ദേഹം യൂസ് ചെയ്തുകൊണ്ടിരുന്ന മൊബൈൽ ഈ ഫോണായിരുന്നു. അതിലായിരുന്നു അദ്ദേഹം വാർത്തയും മറ്റും കണ്ടത്. ഈ കസ്റ്റമർ ഒരു തികഞ്ഞ കോൺഗ്രസ്സുകാരനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനൊരു വാശി, ഈ ഫോണിൽ ഇപ്രാവശ്യം ഈ ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിൽ അധികാരത്തിൽ വരുന്ന വാർത്ത ഈ ഫോണിൽ തന്നെ കാണണം എന്നുള്ളത്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇപ്രാവശ്യം കോൺഗ്രസ് തിരിച്ച് അധികാരത്തിലെത്തുമോ എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടിയുണ്ട്, ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാവില്ല എന്നുള്ള അവസ്ഥയിൽ നിന്ന്, നമ്മൾ അണികളുടെ മനോധൈര്യം ചോർന്ന അവസ്ഥയിൽ നിന്ന് നമ്മളെ കൈപ്പിടിച്ചുയർത്താൻ ഇന്നൊരു നേതാവുണ്ട് നമുക്ക്. നിലപാടുകളുടെ രാജകുമാരൻ ശ്രീ വി.ഡി. സതീശൻ. സത്യം പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം ഒന്നുമല്ലാതിരുന്ന കോൺഗ്രസ് ഈ ലെവലിൽ എത്തിക്കാനുള്ള ഒരു പ്രധാന കാരണം ശ്രീ വി.ഡി. സതീശന്റെ കൈകളാണെന്ന് പറഞ്ഞാൽ ആർക്കും ഒരു എതിരഭിപ്രായം ഉണ്ടാവില്ല. കോൺഗ്രസിന് ഒരു ഭരണം കിട്ടുകയാണെങ്കിൽ മുഖ്യമന്ത്രിയാവാനുള്ള ഏറ്റവും അനുയോജ്യനായ മനുഷ്യൻ